മെഗ്നീഷ്യം നമ്മുടെ ബോഡിക്ക് വളരെയധികം ആവശ്യമുള്ളൊരു മിനറലാണ്. അപ്പോൾ മെഗ്നീഷ്യം എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങളിൽ ഉണ്ട് എന്നറിയും മുമ്പേ നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യം എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. അതിൽ മെഗ്നീഷ്യം ഏറ്റവും അധികം നമ്മുടെ ബോൺസ് അഥവാ അസ്ഥികളിലാണ് ഉള്ളത്. ഏകദേശം 60% മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ അസ്ഥികളിലാണ്. അതുകൂടാതെ മെഗ്നീഷ്യം കാണപ്പെടുന്നത് സോഫ്റ്റ് ടിഷ്യൂസിലാണ്, മസിൽസ്, നമ്മുടെ സ്കിൻ, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിലാണ്. 1% നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ, രക്തം, അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ലിംഫ്, അതിലെല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ ബോണിലാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ബോണിൻ്റെ ശക്തിക്ക് മെഗ്നീഷ്യം വളരെയധികം അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ബോൺ മിനറലൈസേഷൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് വൈറ്റമിൻ ഡിയും മെഗ്നീഷ്യവും. മെഗ്നീഷ്യത്തിന്റെ അബ്സോർപ്ഷനെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ഡി. ബോണിൽ മാത്രമല്ല, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെഗ്നീഷ്യം നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനും, നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്കും. മെഗ്നീഷ്യം നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യത്തിന് ഒരുപാട് റോൾസ് ഉണ്ട്. ഒരു 300-ലധികം ബയോകെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടത്തുവാൻ കോഫാക്ടറായിട്ട് വർത്തിക്കുന്ന ഒരു മിനറലാണ് മെഗ്നീഷ്യം. അത്രയും ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഗ്ലൂട്ടത്തയോൺ സിന്തസിസ് ആണ്, ഗ്ലൂട്ടത്തയോണിന്റെ നിർമ്മാണം. നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടത്തയോൺ. അതുപോലും മെഗ്നീഷ്യം നടത്തുന്നുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇത്. പക്ഷേ മെഗ്നീഷ്യത്തിന്റെ പ്രധാന ജോലി ഗ്ലൂട്ടത്തയോൺ ഉണ്ടാക്കലല്ല. അതിന്റെ പ്രധാന ജോലി ബോൺ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, മസിൽ ഹെൽത്ത്, അതുപോലെ നമ്മുടെ നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ ഹെൽത്ത്, ന്യൂറോണുകളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ പ്രധാന റോൾ. ഇത് കൂടാതെ മെഗ്നീഷ്യം നമ്മൾക്ക് ചില അസുഖങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേൾക്കാറുണ്ട്. അതായത് മെഗ്നീഷ്യം കുറഞ്ഞു പോകുന്ന ഒന്നാണ് ഡയബറ്റിസ്. പിന്നെ മെഗ്നീഷ്യം വൈറ്റമിൻ ഡി കുറഞ്ഞവരിലും വളരെയധികം കുറവായിരിക്കും. അത് രണ്ടും വളരെ കണക്റ്റഡ് ആണ്. വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഗ്നീഷ്യവും ആവശ്യത്തിന് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വൈറ്റമിൻ ഡി നമ്മൾക്ക് ബോണിനെ ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായ ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ബോണിനെ ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായ വസ്തുവാണ് മെഗ്നീഷ്യം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മെഗ്നീഷ്യം ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണവും കൂടെ കഴിക്കണം. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കണം. കാരണം വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിലൂടെയാണ് കൂടുതൽ കിട്ടുക. വെയിൽ കൊള്ളാൻ പറ്റാത്തവരാണെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കണം. ഭക്ഷണത്തിൽ കൂടെ വളരെ കുറച്ചേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മുട്ട കഴിച്ചാലും നമുക്ക് കുറച്ചെങ്കിലും ഒരു വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. അത്രയും പ്രാധാന്യം ബോണിന്റെ കാര്യത്തിൽ മെഗ്നീഷ്യത്തിനുണ്ട്. മെഗ്നീഷ്യം കുറഞ്ഞു പോയാലും നമുക്ക് ഓസ്റ്റിയോപോറോസിസ് വരാം. ഓസ്റ്റിയോപോറോസിസ് ഉള്ള രോഗികളിൽ മെഗ്നീഷ്യത്തിന്റെ തോത് വളരെ കുറവാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഓസ്റ്റിയോപോറോസിസിനെ കാൽഷ്യവും വൈറ്റമിൻ ഡി ആയിട്ട് മാത്രമേ ബന്ധിപ്പിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് മെയിൻലി വൈറ്റമിൻ ഡി വേണം, അതുപോലെ കാൽഷ്യം ആവശ്യമുണ്ട്, പിന്നെ മെഗ്നീഷ്യം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ബോണിൻ്റെ കാര്യം. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ടിൻ്റെ ഹെൽത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ റോൾ. BP കുറയ്ക്കുവാൻ മെഗ്നീഷ്യത്തിന് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹാർട്ടിൻ്റെ താളം അഥവാ അതിൻ്റെ റിതം തെറ്റാതെ നോക്കുന്നത് മെഗ്നീഷ്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിർണ്ണയിക്കുന്നതിൽ മെഗ്നീഷ്യത്തിന് വളരെയധികം റോളുണ്ട്. അത് കാൽഷ്യത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും റോൾ നിർണ്ണയിക്കുന്നതിൽ മെഗ്നീഷ്യത്തിന് വളരെ റോളുണ്ട്. ഈ മെഗ്നീഷ്യത്തിൻ്റെ നമ്മുടെ ബോഡിയിലുള്ള ലെവലും നിർണ്ണയിക്കുന്നത് കാൽസിറ്റോണിൻ, പാരാതൈറോയ്ഡ് ഹോർമോൺ തുടങ്ങിയ ഹോർമോൺസുമാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹോർമോൺസൊക്കെ ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് ഡയറ്റ് എത്തിച്ചേരണം. അപ്പോൾ മെഗ്നീഷ്യം ഒരു ചെറിയ ഒരു ധാതു എന്ന് പറയുമെങ്കിൽ ഏകദേശം ഒരു 310 മുതൽ 410 മില്ലിഗ്രാം വരെ ഡെയിലി നമുക്ക് ആവശ്യമുള്ള ഒരു മിനറൽ മാത്രമാണ് മെഗ്നീഷ്യം. എങ്കിൽ പോലും അത് ചെയ്യുന്ന ജോലി വളരെ വലുതാണ്. ഒരുപാട് സിസ്റ്റത്തിൽ മെഗ്നീഷ്യം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാൽഷ്യത്തിനും പൊട്ടാഷ്യത്തിനും ഒക്കെയാണ്. പക്ഷെ മെഗ്നീഷ്യത്തിനും അതിൻ്റെതായ റോൾ ഉണ്ട്. മറ്റുള്ളവയ്ക്ക് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ മെഗ്നീഷ്യവും കാൽഷ്യവും പൊട്ടാഷ്യവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ബാക്കി ബാലൻസ്ഡ് ഡയറ്റിന് ഒപ്പം. അപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞു, ബോണിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. മഗ്നീഷ്യം ഉണ്ടെങ്കിലേ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ. നെർവ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസിൽസിൻ്റെ പ്രവർത്തനവും ശരിക്കും നടക്കുകയുള്ളൂ. നെർവ്സും മസിൽസും ഇൻ്റർ കണക്റ്റഡ് ആണ്. നെർവ്സ് ശരിക്കും പ്രവർത്തിച്ചാലേ മസിൽസിൻ്റെ പ്രവർത്തനം ശരിക്കും നടക്കുകയുള്ളൂ. നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ എല്ലാ മൂവ്മെൻറ്റും പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ നെർവ്സിൻ്റെ പ്രവർത്തനത്തിലും മസിൽ കൺട്രാക്ട് ചെയ്യുന്നതിനും മസിൽ കോൺട്രാക്ഷന് ഏറ്റവും അധികം സഹായിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം കൂടിപ്പോയാലും പ്രശ്നമാണ്. നമ്മൾക്ക് മഗ്നീഷ്യവും കാൽഷ്യം ഒക്കെ കൂടിപ്പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് സോഴ്സ് കൂടെ എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സപ്ലിമെൻറ്റ്സ് ആവുമ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ആ ഒരു അളവിൽ മാത്രമേ മഗ്നീഷ്യം കഴിക്കാവൂ. അത് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് സാധാരണ ഡോക്ടർമാർ അത് എഴുതുക. അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ഡിപ്രഷൻ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് മഗ്നീഷ്യം കോമ്പൗണ്ട്സ് കൊടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരു നിശ്ചിത ഡോസിലാണ്. അതുപോലെ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ ചില അസുഖങ്ങൾ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ് ഉണ്ടാവും. അതായത് ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, പിന്നെ സിലിയാക് ഡിസീസ്, ഇങ്ങനെയുള്ള മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ മഗ്നീഷ്യം പുറത്തു കൂടെ തന്നെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എക്സ്ട്രാ കഴിക്കുക തന്നെ വേണം. നമ്മുടെ ഫുഡിൽ കൂടെ കഴിച്ചാൽ അത് അബ്സോർബ് ചെയ്യപ്പെടില്ല. ആ ഘട്ടത്തിൽ നമുക്ക് മഗ്നീഷ്യം ഡോക്ടർമാർ എഴുതാറുണ്ട്. പിന്നെ നമ്മുടെ വയറ്റിൽ ചില പ്രത്യേക കുടലിൻ്റെ ഭാഗമുണ്ട്, ഇലിയം ജജനൊക്കെ, അവിടെ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം പല അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ കാരണം റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. ഇങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും അതുകൂടാതെ ചില പ്രത്യേക അസുഖങ്ങൾക്കും മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ മഗ്നീഷ്യം കുറഞ്ഞവരിൽ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം ഇരിക്കുന്നത്. നമ്മൾക്ക് ഫുഡിലൂടെയാണ് ശരിക്കും മഗ്നീഷ്യം റെഗുലർലി നമ്മുടെ ശരീരത്തിൽ എത്തിക്കേണ്ടത്. അത് വളരെ ഈസിയാണ്. മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിൻ്റെ പുറകെ ഓടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഉറക്കത്തിന് നല്ലതാണ് മഗ്നീഷ്യം എന്ന് പറഞ്ഞാണ് പലരും, അതുപോലെ മെൻ്റൽ ഹെൽത്തിനും നല്ലതാണെന്ന് പറഞ്ഞാണ് മഗ്നീഷ്യം യൂസ് ചെയ്യുന്നത്. മഗ്നീഷ്യത്തിന് ഹാർട്ട് ഹെൽത്തിലും ബോൺ ഹെൽത്തിലും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിനും നാഡീവ്യവസ്ഥയുടെ ഹെൽത്തിലും ഇത്രയും റോൾ ഉണ്ടെങ്കിൽ വെറും ഉറക്കത്തിന് വേണ്ടി നമ്മൾ അധികം മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ എല്ലാം താളം തെറ്റിക്കില്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും മസിൽ ക്രാംസ് ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത കാര്യം, മഗ്നീഷ്യം നമ്മൾക്ക് മൈഗ്രെയിൻ കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്രാംസ്, മസിൽ ക്രാംസിൽ നമുക്ക് പല ക്രാംസും വരും. മെൻസ്ട്രൽ ക്രാംസ് കുറയ്ക്കാനും മഗ്നീഷ്യം ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പംകിൻ സീഡ്സ് വളരെ എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ്. മൈഗ്രെയിൻ കുറയ്ക്കുവാനും ഈ മഗ്നീഷ്യത്തിന് വളരെയധികം കഴിവുണ്ട്. ഡിപ്രഷൻ കുറയ്ക്കുവാനും മഗ്നീഷ്യത്തിന് കഴിവുണ്ട്. ആങ്സൈറ്റി, ഫെറ്റീഗ്, അമിതമായ ക്ഷീണം മഗ്നീഷ്യം കുറഞ്ഞു പോയാലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കുവാൻ നമ്മൾ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം ആദ്യം കഴിച്ചു നോക്കുക. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. മഗ്നീഷ്യം ആയിരിക്കില്ല, വേറെ പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും, കാരണം അത് വേഗ് സിംറ്റംസ് ആണ്. ഇത്ര വേഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് കുറഞ്ഞിട്ടാണെന്നുള്ളത്. നമുക്ക് ഈ ഒരു ലക്ഷണം മാത്രം വെച്ചിട്ട് മസിൽ പെയിൻ, അതുപോലെ ക്ഷീണം, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ പല റീസൺസ് കൊണ്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ നമ്മൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഉറക്കക്കുറവൊക്കെ പല കാരണം കൊണ്ടും ഉണ്ടാകാം, പല ഹോർമോണൽ ഡിസ്റ്റർബൻസ് കൊണ്ടും ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒന്ന് മഗ്നീഷ്യം ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മൾക്ക് ടൈപ്പ് 2 ഡയബറ്റിസ്, സാധാരണ പ്രമേഹം ഉണ്ടെങ്കിലും ഈ ഒരു മഗ്നീഷ്യം കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മഗ്നീഷ്യം എടുത്തു എന്ന് വെച്ചിട്ട് ഡയബറ്റീസ് പേഷ്യൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊന്നും, സ്റ്റഡീസൊന്നും ഇല്ല. ഒരുപാട് പഠനങ്ങൾ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്, പക്ഷേ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഷുഗർ കുറയ്ക്കുവാൻ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി എത്തുന്ന മഗ്നീഷ്യത്തിന് കഴിയും എന്നൊരു പഠനമുണ്ട്. നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് അത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള പഠനം ഇല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ പിന്നെ BP കുറയ്ക്കുവാൻ മഗ്നീഷ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. BP കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അമിതമായിട്ടുള്ള ക്ഷീണവും അതുപോലെ തലവേദന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയും. അപ്പോൾ സ്ട്രെസ്സും കുറയും. അപ്പോൾ അങ്ങനെ ഒരു നോക്കുമ്പോൾ മഗ്നീഷ്യത്തിന് വളരെ നല്ല ഒരു റോള് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അതുപോലെ ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഉണ്ട്.
അപ്പോൾ സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് മെഡി പ്രിസിഷൻ.